ഇതിനങ്ങൾ ഡൈ അടിച്ച് വെച്ചേക്കാം, ആരും അറിയണ്ട. ഓക്കെ, സീക്രട്ടാണത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. വെയിറ്റ് എ സെക്കൻഡ്, ഞാൻ കണ്ടിട്ടാണ് നിങ്ങളും കണ്ട്. ഓ ഓ നാച്ചുറലി കൊണ്ട് അതാ ഇനി അവിടെ ലെഡിൽ വിട്ട് വെച്ചിക്കണു. ഓ ചാൻസ് നോക്കി നിങ്ങൾ. ഞാൻ ആദ്യം പോയി കടന്നു പറഞ്ഞിട്ട് സൺസെറ്റൊക്കെ. ഓക്കെ, ഓ ലെറ്റ്സ് ഗോ. ഓ നൈറ്റ് ആയിട്ടില്ല. ബെഡ് റോക്ക് എഡീഷൻ. അല്ല, സൺ ആ സൈഡിലാ, ഈ സൈഡിൽ എൻ്റെ ബാൽക്കണി ഉണ്ടാക്കിച്ച്. ഓക്കെ ബൈ. അങ്ങനെ കടന്നുറങ്ങട്ടെ. രാവിലേക്ക് ഞാൻ എല്ലാം കാണിച്ചാലോ. നിങ്ങൾ ഈ സ്ഥലം ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ബോറിങ് പാർട്ടാണ്. രാവിലെ ആക്ച്വലി നൈസാണ് ഈ സ്ഥലം. ഒരു ചെറി ബ്ലോസാണ് നിങ്ങൾ ആ മേലെ കാണുന്നത്. അതെ, ഇതൊരു ചെറി പീക്കാണ്. ഇതാണ് എൻ്റെ വീട്. അടിപൊളി വീടാണ്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ്, കോപ്പി അടിച്ചൊന്നുമല്ല. ഇവിടെ ബോട്ടിട്ടു, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതാണ് ഇവിടുത്തെ വെല്ലി. അത് ഞാൻ മറ്റേ വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഇപ്പുറത്ത് നിങ്ങൾ നോക്കും, എന്താ പറയുക എന്താന്ന്. അതാണ് എൻ്റെ ചെറി സ്റ്റോറേജ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചൊരു സ്റ്റോറേജ് വീട്. അത് ഇവിടുത്തെ ബ്ലോക്ക് വെച്ച് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇതാണ് എൻ്റെ മറ്റേ റയറുള്ള കളക്ഷനൊക്കെ. ഇത്രയൊക്കെ തന്നെ എനിക്ക് റയർ സാധനങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ പുറത്ത് കാണിച്ചു തരാം. പുറത്ത് ഇവിടെ ഉള്ളത്, ഇനിയുള്ളത് ഇവിടെ ഒരു ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയത്. ഇവിടെ മേലെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ചും കൂടി നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാനാണ് ഞാൻ നോക്കണേ. പിന്നെ ഇവിടേക്ക് പാത്തും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്തു. ഫ്യൂച്ചറിൽ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ അടുത്ത് തന്നെ വേറെ കുറേ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇതൊരു ചെറിയ ബയോമാണ്, അത് വേറെ വുഡിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെയാണ് ഇവിടെ ഇതൊക്കെ ഒരു ടണ്ടർ സ്റ്റോം വന്നപ്പോഴാണ് കിട്ടിയത്. ഇതിൻ്റെ ചാൻസ് എത്രയാണെന്ന് നിങ്ങൾ പറയും. ടണ്ടർ സ്റ്റോമിന് ചാൻസ് ഭയങ്കര കുറവാണ്. അതിന് കിട്ടിയതാണ്. അതിന് പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് വെച്ചോളാം. അതന്നെ ഒരു മൈൻഡ് ഷോഫ്റ്റ് ഞാൻ കണ്ടിട്ട് അവിടെ പോയിട്ട് മറ്റേ നെയിം ടാഗൊക്കെ എടുക്കാം. അപ്പോൾ ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? ഇനി എനിക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം, വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് ഈ സൈഡിൽ നിന്നായിരിക്കും വരിക, അപ്പുറത്ത് വരെ പോകുന്നതായിരിക്കും. ഞാൻ പിന്നെ വുഡ് എടുക്കാനൊക്കെ ഈ സൈഡിലേക്കാണ് പോയത് കൂടുതലും. ഞാൻ അപ്പോൾ കാണിച്ചു തരുന്നത് ആ ഭാഗത്തേക്ക് ഞാൻ പോയത്. അവിടെ തന്നെ വില്ലേജർ ഔട്ട് പോസ്റ്റും ഉണ്ട്, അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. ഇനിയുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളൂ കൂടുതൽ. ഇപ്പോഴും എൻ്റെ മറ്റേ വീഡിയോ അവിടെ തന്നെ ഉണ്ട്. അതിന് ഞാൻ സാധനങ്ങളൊന്നും അധികമൊന്നും എടുത്തിട്ടില്ല. ഞാൻ സ്പ്രൂസിൻ്റെ ആ സ്ഥലത്തേക്ക് പോയി. അവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ വുഡ് ടൈപ്പൊക്കെ, സ്പ്രൂസ് വുഡ് ടൈപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറേ ഇവിടെ ഗ്രൈൻഡിങ് ഒക്കെ ആയിരുന്നു കണ്ടോ. ബോയും കുറേ സാധനങ്ങളൊക്കെ കിട്ടി. മൈനിങ്ങിനും പോയി, അങ്ങനെ ആർമറൊക്കെ ഉണ്ടാക്കി. പിന്നെ ഫുഡ്, പിന്നെ റയർ ഞാൻ കാണിച്ചൊന്നുമില്ലേ. പിന്നെ ഇപ്പുറത്തെ എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ഉള്ളതാണ്. ബണ്ടിലൊക്കെ ഫ്രീ ആണ്. ഇതിനകത്താണ് എക്സ്ട്രാ ഐറ്റംസ് എന്ന് വെച്ചാൽ ബോൺ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. എനിക്ക് അടുത്ത എപ്പിസോഡിൽ ഇവിടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം, അത് നല്ല പണിയാണ്. അതിന് വേണ്ടിയിട്ടേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. ഇവിടെ എൻ്റെ ഫർണസൊക്കെ, എൻ്റെ യൂട്ടിലിറ്റീസൊക്കെ ഇവിടെ ആയിരിക്കും. ചെസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ വീടിൻ്റെ അകത്ത്. ചെസ്റ്റൊക്കെ ഫുള്ള് സെറ്റാണ്. പിന്നെ ഞാൻ മേലേക്കൊരു വഴി വെച്ചിട്ടുണ്ട്, അതൊക്കെ വെറുതെ ടോപ്പിൽ, വീടിൻ്റെ ടോപ്പൊക്കെ വെറുതെ കാണാൻ. പിന്നെ ഇതിൻ്റെ അകത്തും കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഫുള്ള് ചവറാണ്. പിന്നെ ഒരു ഷെല്ലൊക്കെ കിട്ടി. ഇതാണ് മേലേക്ക് പോകാനുള്ള വഴി. മേലെ ആക്ച്വലി ഒന്നുമില്ല, അതിന് ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ഇല്ല, ബാരലോ അങ്ങനെ വല്ലതും വെക്കണം, കുറച്ചുകൂടി നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ട് സാധാരണ ഇതിൻ്റെ ഫീല്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റുകൾ. പിന്നെ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് കൂടി ഇത്. ഇവിടെ എന്താ കുറേ ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വരിക. അതൊക്കെ എപ്പിസോഡിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ സെറ്റാക്കാൻ വേണ്ടി ഇപ്പുറത്ത് എന്തായാലും ഇപ്പോൾ ഇതൊക്കെ തന്നെ മതി. ഇവിടെയൊക്കെ ലൈറ്റ്
പോയിട്ട് അങ്ങനെ പോയിക്കണം. അതിലേക്ക് സ്ഥലത്തേക്ക് പോകണം. ആ ഗ്ലോ സ്റ്റോണിൻ്റെ അതെല്ലാം കിട്ടി. ഇപ്പം ഞാൻ ഇവിടെ അത്രക്കൊന്നും കിട്ടി അതിൻ്റെ കാര്യം നമുക്ക് പണ്ടും കൂടെ പോട്ടെ. പിന്നെ തന്നെ ഇതെൻ്റെ ഒരു സീക്രട്ട് പ്ലേസ് അറിയേണ്ടത് വെറുതെ അധികം കാര്യമില്ല. പിന്നെ ഉള്ളതൊക്കെ പുറത്തേക്കാണ്. ഈ സൈഡും എൻ്റെ ഒരു സീക്രട്ട് എൻട്രൻസ് പുറത്തേക്കുള്ള ഒരു വഴിയാണ്. അപ്പോൾ എൻ്റെ വീട് കൊണ്ടുപോയിട്ടുണ്ട് പോകാൻ പറ്റില്ലപ്പോൾ ഞാൻ ബ്ലോക്കായി. അപ്പോൾ അത് വീട് ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഞാൻ ഡയറക്റ്റൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അതൊരു ഹൈറ്റ് ഡിഫറൻസ് വന്നു. അത് ആക്ച്വലി വിഷയമല്ല. ഓ ഓ ഷിറ്റ്, ഞാൻ ഇവിടെ ഒന്ന് ഇതങ്ങൾ പിടിച്ചാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അടിയത്തപ്പോൾ അവസാനം ബ്രേക്കായി. ഓ അതിനെന്തെങ്കിലും സോൾവ് ചെയ്യണം. അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇതൊക്കെ ഓഫ് ക്യാമറയിൽ ചെയ്യാൻ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇന്നെനിക്ക് വേൾഡ് ടൂർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ ബിൽഡിങ്ങിൻ്റെ ഇതൊന്നും ചെയ്തില്ല. അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഒരു ബിൽഡായിരിക്കും. അത് വല്ല ബ്രിഡ്ജോ അങ്ങനെ വല്ല